കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ഒരു ലോക്സഭാ അംഗത്തെ വിജയിപ്പിച്ചെടുത്തത്. ഇക്കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നുമാണ് താമര വിരിഞ്ഞത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ഏതാണ്ട് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. അവിടെ UDFിന് വേണ്ടിയിട്ട് മുൻ MP കൂടിയിട്ടുള്ള K മുരളീധരൻ മത്സരരംഗത്തിറങ്ങി. CPIക്ക് വേണ്ടിയിട്ട് VS സുനിൽകുമാറുമാണ് രംഗത്തിറങ്ങിയത്. ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ. അവിടെ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി വിജയിച്ചു കയറുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക്, പ്രത്യേകിച്ചും ലോക്സഭയിലേക്ക് ഒരു അംഗത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ അന്നു മുതൽ തന്നെ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്കൊപ്പം തന്നെ നിയമപരമായുള്ള പോരാട്ടങ്ങളും ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ്, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിനെതിരെ തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയിരുന്നു സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് മതചിഹ്നങ്ങളെയും ഒപ്പം തന്നെ മതത്തെയും ഒക്കെ കൂട്ടുപിടിച്ചു. അതൊക്കെ തന്നെ ഈ ജനപ്രാതിനിധ്യത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദ് ചെയ്യണം, അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജികൾ കോടതിയിലെത്തിയത്. AYFന്റെ തൃശ്ശൂർ ജില്ലയുടെ അധ്യക്ഷനാണ് ഇത്തരമൊരു ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചത്. അതിനെതിരെ സുരേഷ് ഗോപി കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു, എതിർ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഒരു വാദം അംഗീകരിക്കരുത്, തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ല, തന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തതിനുള്ള ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാദം. അതിനകത്ത് വാദങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിധി ഉണ്ടായിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് കനത്ത തിരിച്ചടിയായിട്ട് ആ വിധി മാറിയിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഈ വിഷയത്തിൽ, ഈ ഹർജിയിൽ വാദം കേട്ട് വിധി പറഞ്ഞത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി അത് നിലനിൽക്കില്ല എന്ന സുരേഷ് ഗോപിയുടെ വാദങ്ങൾ പൂർണ്ണമായും കോടതി തള്ളിക്കളയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയിൽ ഏതാണ്ട് 5 കാര്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിൽ 4 വാദങ്ങളും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വിചാരണ നേരിടണം എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ BJPയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിധിയായിട്ട് ഇത് മാറുകയാണ്. കഴിഞ്ഞ ലോക്സഭയിൽ തൃശ്ശൂരിലെ ഒരു വിജയം ഉണ്ടാക്കിയ ശേഷം പിന്നീട് വലിയ രീതിയിലൊരു മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവരവിടെ നിറം മങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ മികച്ചൊരു മുന്നേറ്റം BJP വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് സുരേഷ് ഗോപി വലിയ രീതിയിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാനായിട്ട് നാറിയ കളികൾ, നാണംകെട്ട കളികളൊക്കെ തന്നെ കളിച്ചു. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടും മതചിഹ്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തുടനീളം അത്തരത്തിൽ വഴിവിട്ട നീക്കങ്ങൾ നടത്തി. അങ്ങനെയാണ് അദ്ദേഹം വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിജയം അസാധുവാണ്, അത് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതിയിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ നിന്നും ഒരു വിധി വരുമ്പോൾ അത് സുരേഷ് ഗോപിക്കും BJPക്കും കനത്ത തിരിച്ചടിയാവുകയാണ്. ഇനി ഇപ്പോൾ ആ ഹർജിയിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കും. ആ വാദത്തിനൊടുവിൽ കോടതി എന്താണ് വിധിക്കുക എന്നതാണ് ഇനി ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സുരേഷ് ഗോപിയുടെ വിജയം ഏതെങ്കിലും കാരണത്താൽ ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടോ സുരേഷ് ഗോപി വോട്ട് പിടിച്ചിട്ടുണ്ട്, പ്രചരണ രംഗത്ത് അത്തരമൊരു നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് കോടതിയിൽ തെളിയിക്കാനായിട്ട് ഹർജിക്കാരന് കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് കനത്ത തിരിച്ചടിയാകും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയ തിരിച്ചടിയാകുന്ന ഒരു വിഷയമായിട്ട് അത് മാറും. അദ്ദേഹത്തിന്റെ വിജയം ഹൈക്കോടതി അസാധുവാക്കുന്ന നിലയിലേക്ക് ഒരു പക്ഷേ ആ വിധി പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. എന്തായാലും നിലവിൽ സുരേഷ് ഗോപിയുടെ എതിർവാദങ്ങൾ അല്ലെങ്കിൽ എതിർപ്പ്, ഈ ഹർജിക്കെതിരായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വാദങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്.